എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ആഹ് ഇന്നും നമ്മൾക്ക് ദൈവവചനത്തിന്റെ മുമ്പിൽ ഇരിക്കുവാൻ, ദൈവവചനം ധ്യാനിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഓർത്തതുപോലെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന രണ്ടടയാളങ്ങളിൽ രണ്ടാമത്തെ അടയാളം ആണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്, അഥവാ ചിന്തിച്ച് നമ്മൾക്ക് പൂർത്തിയാക്കുവാൻ കർത്താവ് കൃപ നൽകി. തുടർന്ന് ഈ അധ്യായത്തില് ഏതാണ്ട് ചോദ്യോത്തര രൂപത്തിലുള്ള ചില കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് സാധിക്കുന്നത്ര വേഗത്തിൽ നമ്മൾക്ക് ചിന്തിച്ചു പോകാം എന്ന് വിചാരിക്കുകയാണ്. അതിൽ 24 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത്. പ്രത്യേകിച്ചും അത് കർത്താവിൻ്റെ മഹത്വപ്രത്യക്ഷതയോട് ബന്ധപ്പെടുത്തി പ്രാവചനികമായ ചില കാര്യങ്ങൾ ചിന്തിക്കാൻ നമ്മൾക്ക് സാധിച്ചു. 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തുവിനെ അന്വേഷിച്ചു വന്ന ജനം കർത്താവിനെ കാണുന്നില്ല, എന്നാൽ കർത്താവിനെ തെരഞ്ഞ് അവരന്വേഷിച്ചു പോവുക. ആ അന്വേഷണത്തെ കുറിച്ചൊക്കെ ഉള്ള ഒരു നല്ല പഠനം നമ്മൾക്ക് ഇവിടെ ഉണ്ട്. സാധിക്കുന്ന വിധത്തിൽ ഞാൻ പറഞ്ഞു പോകാം. 24-ാം വാക്യത്തിൽ യേശു അവിടെ ഇല്ല, ശിഷ്യന്മാരുമില്ല എന്ന് പുരുഷാരം കണ്ടപ്പോൾ തങ്ങളും പടക് കയറി യേശുവിനെ തിരഞ്ഞ് കപ്പർന്നഹൂമിലെത്തി. കർത്താവ് ഇപ്പോൾ കപ്പർന്നഹൂമിൽ എത്തിയിരിക്കുക. കർത്താവിനെ തെരഞ്ഞ് ഈ യഹൂദന്മാർ, അല്ലെങ്കിൽ അപ്പം തിന്നവർ, ഈ അടയാളത്തിൽ പങ്കുകൊണ്ട് അപ്പം തിന്നവർ, അവർ കർത്താവിനെ തേടി കപ്പർന്നഹൂമിൽ എത്തുന്നതാണ് 24-ാം വാക്യത്തിൽ വരെ നമ്മൾ കാണുന്നു. 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ, അത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു ഭാഗമാണ്. ഈ അധ്യായത്തിലെ ആദ്യത്തെ ചോദ്യമാണ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ അധ്യായത്തിൽ പല ചോദ്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ ചോദ്യം ഈ 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിലുണ്ട്. അത് നമുക്കൊന്ന് വായിച്ചിട്ട് സാധിക്കുന്നത്ര വേഗത്തിൽ നമ്മൾക്ക് ഈ ഭാഗം ചിന്തിച്ചു പോകാം. 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. കടലക്കരെ അവനെ കണ്ടെത്തിയപ്പോൾ, റബ്ബി, നീ എപ്പോൾ ഇവിടെ വന്നു എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്നു തൃപ്തരായതുകൊണ്ടത്രേ എന്നെ അന്വേഷിക്കുന്നത്. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇവിടെ കണ്ടോ? കർത്താവിനോടുള്ള ആദ്യത്തെ ചോദ്യം കണ്ടോ? എന്താ? ഗുരു, നീ എപ്പോൾ ഇവിടെ എത്തി? മിന്നൽ വേഗത്തിൽ നമ്മൾ കണ്ടു. രണ്ടാമത്തെ അത്ഭുതത്തിൽ ഏതാണ്ട് മിന്നൽ വേഗത്തിലാണ് കടൽ ശാന്തമായി കാറ്റടങ്ങിക്കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ യാത്ര ചെയ്തിരുന്ന പടക് കരയ്ക്കെത്തുന്നത് മിന്നൽ വേഗത്തിലാണ്. പല ഫർലങ് ദൂരമുണ്ട്, വളരെ ദൂരമുണ്ട്, എന്നാൽ വളരെ വേഗത്തിൽ അവര് അവിടെ എത്തപ്പെട്ടു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തിൽ ദൈവജനത്തിന് കർത്താവിന്റെ അടുക്കൽ ചെല്ലാൻ കണ്ണിമയ്ക്കുന്നിടയിലാണ്
നാം കർത്താവിന്റെ അടുക്കൽ ചെല്ലുന്നത്. നമ്മുടെ രൂപാന്തരം നടക്കുന്നതും കണ്ണമയ്ക്കുന്നതിന് ഇടയിലാണ്. അപ്പോൾ ഈ കപ്പർന്നഹൂമിൽ എത്തി കർത്താവും ശിഷ്യന്മാരും കപ്പർന്നഹൂമിൽ എത്തി എന്നുള്ള ആ സാഹചര്യം ഈ യഹൂദന്മാർ അവിടെ ചെന്ന് നേരിൽ കാണുകയാണ്. അവര് വളരെ ദൂരം യാത്ര ചെയ്ത്, പടകുകളിൽ യാത്ര ചെയ്ത് അവിടെ ചെന്നപ്പോൾ അവരാദ്യം ചോദിക്കുന്ന ചോദ്യം, ഗുരു, നീ എപ്പോൾ ഇവിടെ വന്നു എന്നുള്ളതാണ്. ലോകം മുഴുവനും അത്ഭുതപരതന്ത്രരായി ചോദിക്കാൻ പോകുന്ന ചോദ്യമാണ് യേശുക്രിസ്തുവിനോട്, യേശുവെ നീ എപ്പോൾ ഇവിടെ വന്നു? അവര് കണ്ടത് ഈ ലോകത്തിൽ വന്ന് ജീവിച്ച് അത്ഭുതങ്ങളൊക്കെ ചെയ്ത് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ അവർ കണ്ടത്. പിന്നെ ഈ ലോകം യേശുവിനെ കാണാൻ പോകുന്നത്, ഇനി ഈ ലോകം യേശുവിനെ കാണാൻ പോകുന്നത് രാജാതി രാജാവും കർത്താതി കർത്താവുമായി അവിടുത്തെ മഹത്വ പ്രത്യക്ഷതയിലാണ്. അപ്പോൾ ഈ ലോകം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് യഹൂദന്മാർ ചോദിച്ച ചോദ്യം. എന്താ? കർത്താവേ, ഗുരു, റബ്ബി, നീ എപ്പോൾ ഇവിടെ എത്തി എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. അന്ന് നമ്മളും നമ്മുടെ കർത്താവിനോട് കൂടെ ഉണ്ടായിരിക്കും. ഇവിടെ ഈ 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ മറ്റൊരു വിഷയം കൂടെ കാണുന്നുണ്ട്. എന്താ? കർത്താവും അത്ഭുത പ്രവൃത്തികൾ, കർത്താവും അടയാളം, അല്ലെങ്കിൽ യേശു ക്രിസ്തു, യോഹന്നാന്റെ ഭാഷയിൽ പറഞ്ഞാൽ അടയാളം. ഈ ചോദ്യം ഇവർ ചോദിച്ചപ്പോൾ 25-ാം വാക്യത്തില് കർത്താവിനോട് ഈ ചോദ്യം ഇവർ ചോദിച്ചപ്പോൾ അവരുടെ അന്തർഗതം കർത്താവ് മനസ്സിലാക്കി. ഇവരെന്താ ഇത്ര അങ്ങ് വലിയ താല്പര്യത്തിൽ യേശുവിന്റെ പുറകെ വന്നത്? യേശുവിനെ അന്വേഷിച്ച് ഇവരെ വന്നു. അയ്യോ, എന്തൊരു സ്നേഹം വന്നു യേശു ക്രിസ്തുവിനോട്. കർത്താവിനെ അന്വേഷിച്ചങ്ങ് ഭയങ്കര സ്നേഹത്തിൽ വന്നതുപോലെ കർത്താവിന്റെ മുമ്പിൽ, ഗുരു, നീ എപ്പോ ഇവിടെ വന്നു എന്ന് ചോദിച്ചാൽ കർത്താവ് ഇതൊക്കെ കേട്ടങ്ങ് പൊങ്ങും, കർത്താവ് ഇതൊക്കെ കേട്ടങ്ങ് മയങ്ങുമെന്നാണ് അവരുടെ ചിന്ത. കർത്താവ് പറഞ്ഞു, എൻ്റെ അടുത്ത് നിങ്ങളുടെ ജാഥയൊന്നും വേണ്ട, എൻ്റെ അടുത്ത് നിങ്ങളുടെ ഈ ബാഹ്യപ്രകടനം ഒന്നും വേണ്ട. നിങ്ങളിപ്പോ എന്നെ അന്വേഷിച്ച് ഇവിടെ വന്നത് എന്തിനാന്ന് എനിക്കറിയാം. എന്താ? നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല ഇപ്പോൾ എന്നെ അന്വേഷിച്ച് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെന്തിനാ? അപ്പം തിന്നാൻ വേണ്ടി വന്നിരിക്കുക. എന്താ? അധ്വാനിക്കാതെ ജീവിക്കാനുള്ള സൗകര്യമുണ്ട്. യേശുക്രിസ്തു ഈ അടയാളം ചെയ്തപ്പോൾ ഞാനൊരു പുസ്തകത്തിൽ വായിച്ചു, എനിക്കത് വായിച്ചപ്പോൾ വലിയ രസം തോന്നി. കർത്താവിന്റെ ഏറ്റവും അടുത്ത് ആ മുൻപന്തിയിലിരുന്ന ഒരു 50 പേരെന്ന് കുട്ടിയോ, 50 100 പേരും വീതമെന്നായി ഇരുത്തിയെന്നാണ് നമ്മൾ വായിക്കുന്നത്. ഈ ആദ്യത്തെ 50 ഇരിക്കുന്ന ആ പന്തിയില് കർത്താവിന്റെ കൈയെത്തുന്ന ദൂരത്തായിരിക്കുന്നത്. ആ കൈയെത്തുന്ന ദൂരത്തിരുന്നുകൊണ്ട് കർത്താവ് കൊടുത്ത അപ്പം ഇവര് തിന്നുക, മീനും തിന്നുക. അപ്പൊ അവരുടെ അന്തർഗതം, കർത്താവ് ഒരു കൈ എത്തുന്ന ദൂരത്തിന് ഇപ്പുറത്തിരുന്ന് കർത്താവ് കണ്ടു. ഇവരെന്തിനാ കർത്താവിനെ അന്വേഷിക്കുന്നത്? ഇവര് കർത്താവിനെ സ്നേഹിക്കുന്നത്. ഞാൻ ഒരു വലിയ സത്യം വ്യക്തമാക്കട്ടെ. ഇന്നും പകല് ഞങ്ങൾ കൂടിയിരുന്നപ്പോ, ഞങ്ങൾ പല സഹോദരന്മാര് കൂടിയിരുന്നപ്പോ ഞങ്ങൾ ചിന്തിച്ച ഒരു കാര്യമാണിത്. എന്താ? എന്തിനാ കർത്താവിനെ നമ്മൾ സ്നേഹിക്കുന്നത്? എന്തിനാ നമ്മൾ കർത്താവിനെ അന്വേഷിക്കുന്നത്? എന്തിനാണ് നമ്മൾ കർത്താവിന്റെ പുറകെ പോകുന്നത്? പ്രിയപ്പെട്ടവരെ, സത്യസന്ധമായി കർത്താവിനെ അനുഗമിക്കുവാൻ നമ്മൾക്ക് സാധിക്കണം. അതിനകത്ത് വേറെ യാതൊരു ലക്ഷ്യവും ഉണ്ടാവാൻ പാടില്ല. എനിക്ക് ഇത്രയും പറയാൻ പറ്റുള്ളൂ. എന്നെ ബാക്കി നിങ്ങളൊക്കെ ചിന്തിച്ചാൽ മതി. ഇന്ന് നമ്മൾ ഈ ലോകത്തില് ക്രിസ്ത്യാനികളെന്ന് നമ്മൾ കാണുന്ന ആളുകളൊക്കെ എന്തിനാണ് കർത്താവിന്റെ പുറകെ പോകുന്നത്? എന്തിന്? ഇത് യോഹന്നാന്റെ സുവിശേഷത്തിലെ ഒരു പ്രധാന സത്യമാണ്. കർത്താവ് ഇവരോട് പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. ആ 26-ാം വാക്യത്തിൽ കർത്താവ് ഉപയോഗിക്കുന്ന ആ വാക്ക്
അപ്പം തിന്നു തൃപ്തിയായത് കൊണ്ടത്രേ എന്നെ അന്വേഷിക്കുന്നത്. എന്നെ അന്വേഷിക്കുന്നത്. ഇതൊരു വലിയ വിഷയമാണ് കേട്ടോ. നിങ്ങൾക്കൊരു പഠന വിഷയം, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരു പ്രസംഗ വിഷയം ഞാൻ തരിക. അന്വേഷിക്കുക, കണ്ടെത്തുക. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നീണ്ടു നിവർന്നു കിടക്കുന്ന ഒരു വലിയ വിഷയമാണ് ഈ അന്വേഷണവും കണ്ടെത്തലും. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം പഠിച്ചു വന്നപ്പോൾ ആദ്യത്തെ അധ്യായത്തിൽ നമ്മൾ ഈ അന്വേഷണം കണ്ടു. എന്താ? കർത്താവിന്റെ അടുക്കൽ ചെന്ന ആ കർത്താവിനെ ആദ്യം കാണുമ്പോൾ ആ രണ്ടുപേര്, യോഹന്നാന്റെ അടുക്കൽ നിന്ന് കർത്താവിന്റെ പുറകെ പോയ രണ്ട് ശിഷ്യന്മാര്, 1:35 മുതലുള്ള വാക്യങ്ങൾ, അവര് കർത്താവിനോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എത്ര സിൻസിയറായിട്ടുള്ള ചോദ്യമാണ്. ഗുരു, അങ്ങ് എവിടെ പാർക്കുന്നു? ഗുരു, നീ എവിടെ പാർക്കുന്നു? അല്ലേ? എത്ര നല്ല ഒരു ചോദ്യമാണ്. യേശുക്രിസ്തു പാർക്കുന്നത് എവിടെയാ? അടുത്തവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെ അവൻ വസിക്കുന്ന ഇടം കണ്ടു എന്ന്. അവനോടുകൂടെ ഒരു രാത്രി പാർത്തു. ഇനി അവര് കർത്താവിനോട് ചോദിച്ച അങ്ങ് എവിടെ പാർക്കുന്നു എന്ന്. എന്നിട്ട് കർത്താവിനോടുകൂടെ അവരൊരു ദിവസം പാർത്തു, താമസിച്ചു. പിറ്റേ ദിവസം അവരിൽ ഒരാള് ഓടിപ്പോയിട്ട് പറയുന്നത്, ശീമോൻ പത്രോസിനോട് പറയുന്ന അന്ത്രയാസ് ശീമോൻ പത്രോസിനോട് പറയുന്ന വാക്ക് എന്താ? കണ്ടെത്തിയിരിക്കുന്നു എന്നാ. കണ്ടോ? അന്വേഷണവും കണ്ടെത്തലും കണ്ടു. ഗുരു, നീ എവിടെ പാർക്കുന്നു? അത് അന്വേഷണമാണ്. എന്നിട്ട് ഈ കർത്താവിന്റെ കൂടെ ഒന്ന് പാർത്തിട്ട് പിറ്റേ ദിവസം ചെന്ന് ശീമോനോട് പറയുന്ന കാര്യം, ഞങ്ങൾ മിശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു. ഇതാണ് സിൻസിയർ ആയിട്ടുള്ള യഥാർത്ഥമായ അന്വേഷണവും കണ്ടെത്തലും. ഞാനിപ്പോ അത് പരിമിതപ്പെടുത്തി അവിടെ അങ്ങ് നിർത്തുകയാണ്, നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുകയാണ്. ഇതൊക്കെ ഇന്ന് നമ്മൾ ജീവിക്കുന്ന യുക്തിബോധമുള്ള, ചിന്തിക്കുന്ന, ബുദ്ധിയുള്ള ജനതയുള്ള ഒരു തലമുറയുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മള് യേശുക്രിസ്തുവിനെ ജനത്തിന് അവതരിപ്പിക്കുമ്പോൾ അവരന്വേഷിക്കുന്നത് എന്താണോ, അവരന്വേഷിക്കുന്നത് ആരെയാണോ, അത് തിരിച്ചറിഞ്ഞ് അവർക്ക് യേശു കർത്താവിനെ പരിചയപ്പെടുത്തുവാൻ നമ്മൾക്ക് സാധിക്കണം. അതാണ് സുവിശേഷ വേലയുടെ ഏറ്റവും മഹത്തരമായ ഒരു കാര്യം. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഞാൻ ഇത് ഇങ്ങനെ കണക്ട് ചെയ്ത് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും നമ്മൾ കർത്താവിനെ സ്നേഹിക്കുകയും കർത്താവിനെ ആരാധിക്കുകയും കർത്താവിനെ അനുഗമിക്കുകയും ചെയ്യുന്നതിൻ്റെ യഥാർത്ഥ കാരണം ഈ ഭൂമിയിൽ ആർക്കും മനസ്സിലായില്ലെങ്കിലും അത് കൃത്യമായി മനസ്സിലാക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. അത് മറന്നു പോകരുത്. കൃത്യമായിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് അടയാളം കണ്ടതുകൊണ്ടല്ല. അത് ഈ ഭാഗത്ത് തുടരുന്നുണ്ട്. നിങ്ങൾ എൻ്റെ പുറകെ വന്ന് എന്നെ രാജാവാക്കാൻ ശ്രമിക്കുന്നതും എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല. ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അത് നേരത്തെ വായിച്ചൽ. രാജാവാക്കാൻ ശ്രമിക്കുന്നതും എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, നിങ്ങൾക്ക് സ്നേഹം നിങ്ങളോടാണ്, നിങ്ങൾക്ക് അപ്പം തിന്നാൻ വേണ്ടിയാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് എന്ന് കർത്താവ് പറയാണ്. ഈ അന്വേഷണം വളരെ നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ്. ഞാനത് നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്കൊന്നും വിശദമായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇവരുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉത്തരം വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ പ്രധാനപ്പെട്ട മറുപടിയാണ് കർത്താവ് അവർക്ക് നൽകുന്നത്. കർത്താവ് ഇവരോട് പറയുന്നത് നോക്കണം. 27-ാം വാക്യത്തില് 27-ാം വചനം ഒന്ന് നോക്കാം. എന്താ? നശിച്ചു പോകുന്ന ആകാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആകാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ. ഇവിടെ അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക്
തരും. തരും. പിതാവായ ദൈവം അവനെ മുദ്രയിട്ടിരിക്കുന്നു, അല്ലേ? ഇതാണ് 27-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ഞാൻ ഒരു വലിയ സത്യം ശ്രദ്ധിക്കണേ. ഞാൻ ഈ പറയുന്ന ഈ കാര്യം ഈ ഭാഗത്ത് നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും ദൈവാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതുമായ കാര്യം. മനുഷ്യൻ പ്രയോറിറ്റി നൽകുന്ന കാര്യത്തിനല്ല യേശുക്രിസ്തു പ്രയോറിറ്റി നൽകുന്നത്. പ്രയോറിറ്റി എന്നുള്ള വാക്കിന്റെ നല്ല ലളിതമായ മലയാളം ഒന്നാം സ്ഥാനം എന്നാണ്. അല്ലെങ്കിൽ മറ്റൊരു വാക്ക് പ്രഥമ സ്ഥാനമെന്ന്. ഒന്നാം സ്ഥാനം. സഹോദരങ്ങളെ, എന്നെ ഈ ക്ലാസ്സിൽ ഇപ്പോൾ ശ്രദ്ധിക്കുന്നവരാണെങ്കിലും പിന്നീട് യൂട്യൂബിൽ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരാണെങ്കിലും ഞാൻ വ്യക്തമായിട്ട് പറയട്ടെ, മനുഷ്യൻ പ്രയോറിറ്റി കൊടുക്കുന്ന കാര്യത്തിനല്ല യേശു കർത്താവ് ദൈവം പ്രയോറിറ്റി നൽകുന്നത്. ഞാൻ ഇങ്ങനെ പറയാം, ദൈവം എന്തിനാണോ പ്രഥമ സ്ഥാനം നൽകുന്നത് അതിന് നാം പ്രഥമ സ്ഥാനം കൽപ്പിക്കുമ്പോഴാണ് നമ്മൾ ദൈവപക്ഷത്താകുന്നത്, നമ്മൾ ആത്മീയരാകുന്നത്. മറന്നുപോകരുത്. ഇത് കർത്താവിന്റെ പഠിപ്പിക്കലിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർത്താവിന്റെ ടീച്ചിങ്സിൽ, മലയാളത്തിൽ ബൈബിളിൽ കൊടുത്തിരിക്കുന്ന വാക്ക്, പുതിയ നിയമത്തിൽ കൊടുത്തിരിക്കുന്ന വാക്ക് ഉപദേശം എന്നാണ്. ടീച്ചിങ്സ് എന്നുള്ളതിന്, കർത്താവിന്റെ ടീച്ചിങ്സ് എന്നുള്ളതിന് മലയാളത്തിൽ കൊടുത്തിരിക്കുന്ന വാക്ക് ഉപദേശം എന്നാണ്. കർത്താവിന്റെ ഉപദേശത്തിൽ, അഥവാ ഇത് ശരിക്കും ഉള്ള വാക്ക് പഠിപ്പിക്കൽ തന്നെയാണ്. കർത്താവിന്റെ പഠിപ്പിക്കലിൽ ഏറ്റവും പ്രാധാന്യം നൽകി കർത്താവ് ജനത്തെ പഠിപ്പിക്കാൻ ശ്രമിച്ച കാര്യമാണ് പ്രയോറിറ്റി. എന്തിനാണ്? ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ രക്ഷിക്കപ്പെട്ട ആദ്യകാലത്ത് തന്നെ എൻ്റെ പിതാവ് വാങ്ങി വളരെ പ്രാധാന്യം നൽകി സൂക്ഷിച്ചിരുന്ന ഒരു പുസ്തകമുണ്ടായിരുന്നു. സാക്പുന്നന്റെ ഒരു ബുക്കാണ്. ആ പുസ്തകത്തിന്റെ പേര് മുൻഗണന ഏതിന് എന്നാണ്. മുൻഗണന ഏതിന്? നമ്മൾ എന്തിനാണ് മുൻഗണന നൽകുന്നത്? സഹോദരങ്ങളെ, ഞാൻ വളരെ വിനയത്തോടെ പറയട്ടെ, നമ്മൾ ദൈവത്തിനാണോ മുൻഗണന നൽകുന്നത്, നമ്മൾക്കാണോ മുൻഗണന? ഇവിടെയാണ് പ്രശ്നം. യേശു കർത്താവിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത, യേശുക്രിസ്തുവിന് കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതായിരുന്നു. ഞാൻ ഇതിന് ഒരു നല്ല ഉദാഹരണം പറഞ്ഞാൽ, കർത്താവ് പഠിപ്പിച്ചപ്പോൾ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം, മത്തായി സുവിശേഷം 6-ാം അധ്യായത്തില് ഇപ്പൊ നമ്മൾ ചിന്തിച്ചു വരുന്ന ഈ വിഷയത്തോട് വളരെ ചേർന്നു പോകുന്ന ഒരു നല്ല പഠനം അവിടെ നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഉപദേശ സത്യമാണത്. ഉപദേശം എന്ന് പറഞ്ഞാൽ പ്രായോഗിക ഉപദേശം, പ്രാക്ടിക്കൽ ഡോക്ട്രിൻ. യേശുക്രിസ്തു പഠിപ്പിച്ച ഒരു പ്രാക്ടിക്കൽ ഡോക്ട്രിനാണ്. നോക്കണം, അവിടെ പ്രയോറിറ്റി അഥവാ നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കുക നമ്മുടെ വയറിനാണ്. ഇവിടുത്തെ എന്താണ്? അവരപ്പമാണ് അവർക്ക് വിഷയം. അവർക്ക് യേശുക്രിസ്തു അല്ല വിഷയം. അവർക്ക് വിഷയം അവർക്ക് അപ്പമാണ്, അവർക്ക് ജീവിക്കണം. എന്നാൽ കർത്താവിന്റെ പഠിപ്പിക്കൽ എന്തായിരുന്നു എന്നുള്ളത് ഈ ഗിരിപ്രഭാഷണത്തിലെ ആ ഭാഗം നമ്മളൊന്ന് എടുത്തൊന്ന് പെട്ടെന്നൊന്ന് നോക്കാം. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തില് 25 മുതലുള്ള വാക്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്തു തിന്നും എന്തു കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്.
ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? മാസ്റ്റർ, നമുക്കത് ഇത് മുഴുവനും കേട്ടോ, ഈ 34-ാം വാക്യം വരെ ഈ ഒരു വിഷയമാണ്. എന്താ നമ്മുടെ പ്രയോറിറ്റി? എന്തുടുക്കും, എന്ത് തിന്നും? ഉണ്ടോ? കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് ഇതാ. ഇന്ന് അനേകർ കർത്താവിന്റെ പുറകെ പോകുന്നതും കർത്താവിനെ സ്നേഹിക്കുന്നതും ഇതിനു വേണ്ടിയാണ്. എന്തിന്? ഈ എന്തുടുക്കും, എന്ത് തിന്നും എന്നുള്ളത് നമുക്കന്ന് വേറെ രൂപത്തിലേക്കൊന്ന് മാറ്റിവെക്കാൻ കർത്താവ് പറഞ്ഞ അതേ രൂപത്തിൽ തന്നെ നമുക്കൊന്ന് ചിന്തിക്കാം. എന്താ? എന്ത് തിന്നും, എന്ത് കുടിക്കും എന്ന് എന്താ? ജീവനായിക്കൊണ്ടും ജീവൻ. പിന്നെ എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും. സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ഈ ക്ലാസ് സംബന്ധിക്കുന്നവരൊക്കെ നന്നായിട്ട് ചിന്തിക്കുന്നവരാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾക്ക് വലുതെന്താ? നമ്മുടെ ജീവൻ, നമ്മുടെ ശരീരം. ഇതിന് പ്രയോറിറ്റി കൊടുക്കുന്നു എങ്കിൽ അവിടെയാണ് കർത്താവിന്റെ ഈ ഗിരിപ്രഭാഷണം നമ്മളെല്ലാവരും വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. ആകാശത്തിലെ പറവയെ നോക്കണം, തീയാതെ വിറയ്ക്കുന്നില്ല, സ്വർഗത്തിലെ കർത്താവ് ഇതൊക്കെ തരും, നമ്മൾ കർത്താവിനെ അങ്ങ് സ്നേഹിച്ചാൽ മതി, കർത്താവ് ഇതൊക്കെ തരും എന്നൊക്കെ അങ്ങ് പറഞ്ഞു പോവുക. പക്ഷേ ഇവിടെ കർത്താവ് ഉന്നം വെക്കുന്ന രണ്ട് കാര്യം എന്താ? മനുഷ്യൻ പ്രയോറിറ്റി കൊടുക്കുന്നത് അവന്റെ ജീവനും ശരീരത്തിനുമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ ഏറ്റവും അധികം പണം ചെലവാക്കുന്നത് ആഹാരത്തിനും പിന്നെ രണ്ടാമത് വസ്ത്രത്തിനുമാണ്. ആണോ അല്ലയോ? ഒരു കല്യാണത്തിനോ ഒരു പെങ്കച്ചിനോ ഒരു പയ്യനോ ഒറ്റ ദിവസം മാത്രം, പിന്നായുസിലത് ധരിക്കുകയാണ്. ചിന്തിച്ചോണം, പിന്നായുസിലത് ധരിക്കുകയാണ്. ആ പെങ്കച്ച് ധരിക്കുന്ന ആ വസ്ത്രം പിന്നെ ആയുസ് ധരിക്കുകയാണ്. പിന്നെ പഴമക്കാര് പറഞ്ഞിട്ടുണ്ട്, പിന്നെ അത് ധരിക്കുന്നത് മരിക്കുമ്പോ അത് ഉടുപ്പിച്ചാ വിടുന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. രണ്ടാമത് ഉടുക്കുന്നത് അപ്പോഴാ. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കിയോ ഡോക്ടറെ, എത്ര രൂപയാണ് ആ ഒരു ദിവസത്തിലെ ഒരു 8 അല്ലെങ്കിൽ 8-9 മണിക്കൂർ നേരത്തേക്കുള്ള വസ്ത്രത്തിന് കൊടുക്കുന്നത്? എത്ര അല്ല? അതേസമയം പ്രാർത്ഥനയ്ക്ക് എത്ര സമയം വിനയിക്കുന്നുണ്ട്? ഞാനൊക്കെ ഈ ബ്രദർ സമൂഹം എന്ന് പറഞ്ഞാൽ വചനത്തിന് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ. കല്യാണത്തിന് ഞങ്ങളോട് പ്രസംഗിക്കാൻ പറയും, അച്ഛാ 20 മിനിറ്റ് കൂടല്ലേ കേട്ടോ, 20 മിനിറ്റ് കവിയരുത്. വചനത്തിന് 20 മിനിറ്റ്. മറ്റ് എന്തെല്ലാം കോപ്രായങ്ങളുണ്ട്, അതിനൊക്കെ എത്ര മിനിറ്റാണ്? ഞാൻ ഈ ബൈബിൾ ക്ലാസ്സിൽ ഇത് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യതിയാനം ഉണ്ടാകണം. യേശുക്രിസ്തു ദൈവം, ദൈവവചനം നമ്മുടെ ആത്മീക ജീവിതത്തിൽ നാം സ്വീകരിക്കേണ്ട നിലപാടുകൾ നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നതിൽ നിന്ന് കടുകിട വ്യതിചലിക്കാതെ അതിൽ മുന്നോട്ട് പോകാൻ നമ്മൾ സാധിക്കണം. നിന്റെ ജീവൻ, നിന്റെ ശരീരം, ഇത് രണ്ടും കാക്കാൻ ആർക്ക് കഴിയും? കർത്താവ് പറയുക, ഇതിന് രണ്ടിനും, നിന്റെ ശരീരത്തെ ഉടുപ്പിക്കാനും നിന്റെ ജീവനെ നിലനിർത്താനും ദൈവത്തിനാണ് സാധിക്കുക. ഉടുപ്പിനേക്കാൾ ശരീരവും ആഹാരത്തെക്കാൾ ജീവനും വലിയതാണെന്ന് കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ജീവൻ
ആണ് നമ്മുടെ ആഹാരത്തെക്കാൾ വലുത്. ഉടുപ്പിനേക്കാൾ വലുത് നമ്മുടെ ശരീരമാണ്. എന്നാൽ ഇതിനെ രണ്ടിനെയും ഉടുപ്പിക്കാനും ഇതിനെ രണ്ടിനെയും നിലനിർത്താനും നമ്മുടെ കർത്താവ് ശക്തനാണ്. ഇതാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. നോക്കണം, ആ 32 വാക്യം ഞാനൊന്ന് വായിച്ചിട്ട് 33 പോവാം. 32 വാക്യത്തിൽ പറയുന്നത് എന്താണെന്നറിയാമോ? ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. എന്റെ സഹോദരങ്ങളെ, ദയവ് ചെയ്ത് നമ്മൾ ഈ ജാതികളുടെ ലെവലിലേക്ക് താഴരുത്. ഉണ്ടോ? നമ്മൾ ആത്മീകരാണെങ്കിൽ, നമ്മൾ ദൈവമക്കളാണെങ്കിൽ ഈ ജാതികളുടെ ലെവലിലേക്ക് താഴരുത്. കർത്താവ് 33 വാക്യത്തിൽ പറയുകയാണ്, മുമ്പേ അവരുടെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നു. മുമ്പേ തന്റെ രാജ്യവും എന്ന മലയാളത്തിൽ കൊടുത്തിരിക്കുന്നതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന വാക്ക് വളരെ സ്ട്രെസ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ടതും പ്രായോഗികമാക്കേണ്ടതാണ്. ഫസ്റ്റ് എന്നുള്ള വാക്ക്, സീക്ക് യു ഫസ്റ്റ്. ഫസ്റ്റ് മലയാളത്തിൽ മുമ്പേ എന്ന് പറഞ്ഞാൽ എന്താ? മുമ്പേ. എന്നാൽ ഇംഗ്ലീഷിൽ പറയാണ് ഫസ്റ്റ്, ഒന്നാം സ്ഥാനം, പ്രഥമ സ്ഥാനം ദൈവവും ദൈവത്തിന്റെ രാജ്യവും ആയിരിക്കണം. ഇത് ദൈവമക്കളെ, നമ്മൾക്ക് ഈ അനുഭവത്തിലേക്കൊന്ന് വന്നു നോക്കാം. അപ്പോഴാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രസാദിക്കുന്നത്. അങ്ങനെയുള്ളവരെയാണ്, എവിടെയോ ഒരു ഇതിൽ നിന്ന് ശബ്ദം വരുന്നുണ്ടല്ലോ, ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ദൈവം അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്ന ആത്മീയത്വത്തിലേക്ക് നമ്മൾ ഉയരാൻ അനിവാര്യതയുണ്ട്. നമുക്ക് മടങ്ങി വരാം യോഹന്നാനിലേക്ക്. കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചതും പൊതുജനത്തെ പഠിപ്പിച്ചതും ഒന്നാമത് ദൈവത്തെയും ദൈവരാജ്യത്തെയും അന്വേഷിക്കും. അതോടുകൂടെ നമ്മളെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, എല്ലാവർക്കും അറിയാമായിരിക്കും. എങ്കിലും ആരെങ്കിലും മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ ആ വാക്യം ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ചിട്ട് മുന്നോട്ടങ്ങ് പോകാം. നമുക്ക് ഇങ്ങനെ നിന്നാൽ പറ്റുകയുള്ളൂ, നമുക്ക് മുന്നോട്ടങ്ങ് പോകാം. 33 വാക്യത്തിൽ പറയുന്നത് എന്താ? മുമ്പേ തന്റെ രാജ്യവും പറയുന്നത്, മുമ്പേ ദൈവത്തെ സീക്ക് ഫസ്റ്റ് ദ കിങ്ഡം ഓഫ് ഗാഡ് എന്ന. മുമ്പേ തന്റെ രാജ്യം എന്നല്ല, ദൈവത്തിന്റെ രാജ്യം എന്ന് തന്നെയാണ് ഇംഗ്ലീഷ്. ദൈവത്തിന്റെ രാജ്യവും, പിന്നെ മുമ്പേ ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ നീതിയും അന്വേഷിക്കും. അതോടുകൂടെ നമ്മൾ തെറ്റിച്ച് പറയുന്നത് എന്താണെന്നറിയാമോ? അതോടുകൂടെ സകലവും കിട്ടുമെന്നാ പറയുന്നത്. ഇല്ല, അങ്ങനെ ബൈബിളിൽ ഇല്ല. മുമ്പേ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ അതോടുകൂടെ സകലവും കിട്ടുമെന്ന് യേശു പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ബൈബിളിൽ ഇല്ല. കർത്താവ് പറഞ്ഞ എന്തൊക്കെയാ? ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടുമെന്ന്. ഇതൊക്കെയും ഏതൊക്കെ ഇവിടെ പറഞ്ഞ 2 കാര്യമാണ്. എന്താ? തിന്നാനും ഉടുക്കാനും. കേട്ടോ? അതിനു മുകളിൽ ദൈവം തരുന്നെങ്കിൽ നമ്മൾക്ക് വാങ്ങിക്കാം. കേട്ടോ? ഉണ്മാനും ഉടുക്കാനും ഉള്ളതിന് ആവശ്യമായതിനപ്പുറം ദൈവം തരുന്നെങ്കിൽ നമ്മൾക്ക് വാങ്ങിക്കാം. പക്ഷെ അതിനു വേണ്ടി നമ്മൾ കർത്താവിന്റെ പുറകെ പോയത്. ഇവിടെയാണ് ദൈവജനമായ വേദപുസ്തകത്തിന്റെയും നമ്മുടെ കർത്താവ് തമ്പുരാന്റെയും പഠിപ്പിക്കലിന്റെ മഹത്വം നമ്മൾ കാണും. ഇവിടെ കർത്താവിനെ തേടി അയ്യോ എന്തുമാത്രം പാടുപെട്ടാന്നറിയാമോ? നമ്മളാ ഭാഗം വായിച്ചാൽ നമുക്ക് തോന്നും വലിയ സ്നേഹമാണ്. പക്ഷേ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ തേടി വന്നിരിക്കുന്നതിന്റെ കാരണം വ്യക്തമായിട്ട് എനിക്കറിയാം. നിങ്ങൾക്ക് എന്നെ കൊണ്ട് ആവശ്യമുണ്ട്. എന്താ? അപ്പം തിന്നണം. അതിനുവേണ്ടിയാണ് നിങ്ങൾ എൻ്റെ അടുക്കൽ
വന്നിരിക്കുന്നത്, അല്ലാതെ അടയാളങ്ങൾ കാരണമല്ല നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് എന്ന് കർത്താവ് വ്യക്തമായിട്ട് അവരെ പഠിപ്പിക്കുകയാണ്. നമ്മള് ഈ യോഹന്നാന്റെ സുവിശേഷം തന്നെ പഠിച്ചാൽ കർത്താവിനെ അന്വേഷിച്ചതിന്റെ ദുരുദ്ദേശങ്ങളും സതുദ്ദേശങ്ങളും കാണാം. 1-ാം അധ്യായത്തിൽ നല്ല ഉദ്ദേശം നമ്മൾ കണ്ടു. കർത്താവിനെ അന്വേഷിച്ച നല്ല ചില ആളുകൾ, അവരുടെ മനസ്സിലെ ആഗ്രഹം നല്ല ഉദ്ദേശമായി. എന്നാൽ നോക്കണം, 7-ാം അധ്യായത്തിന്റെ 34-ാം വാക്യത്തിൽ നോക്കുക. നിങ്ങൾ എന്നെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ലതാനും, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയുമില്ല എന്ന്. ജനം കർത്താവിനെ അന്വേഷിക്കുന്ന സമയത്ത് കർത്താവിനെ കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുക. നമുക്ക് ദൈവം എന്ന് വെച്ചാൽ ഈ യോഹന്നാന്റെ സുവിശേഷം മുന്നോട്ട് പഠിക്കുമ്പോൾ നമ്മൾക്കത് കണ്ടെത്താൻ ശ്രമിക്കാം. കർത്താവ് പറയണം, നിങ്ങൾ എന്നെ അന്വേഷിക്കും, പക്ഷെ നിങ്ങൾ എന്നെ കണ്ടെത്തുകയില്ല. അവിടെ ഒന്ന് ശ്രദ്ധിക്കണേ സഹോദരിമാരെ ഒന്ന് ശ്രദ്ധിക്കണേ. എന്നിട്ട് കർത്താവ് പറയുന്നത് എന്താ? ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് എന്നെ അനുഗമിപ്പാൻ കഴിയുകയില്ലെന്ന. കണ്ടോ? ഞാൻ പോകുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് എന്നെ അനുഗമിപ്പാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകാൻ പറ്റിയെന്നാണോ അതിന്റെ അർത്ഥം? കർത്താവ് ഇപ്പൊ സ്വർഗത്തിൽ പോകാൻ പറ്റിയതെന്നാണോ അതിന്റെ അർത്ഥം? കർത്താവ് പോയ സ്വർഗത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും. പിന്നെന്തായി പറഞ്ഞത്? നിങ്ങൾക്ക് എന്നെ അനുഗമിപ്പാൻ കഴിയുകയെന്ന് പറഞ്ഞ ഏതാണെന്നറിയാമോ? യേശുക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ പാപിക്ക് വേണ്ടി മരിക്കാൻ പോവുകയാണ്. അവിടോട്ട് യേശു കർത്താവിനെ അനുഗമിപ്പാൻ ലോകത്തിലെ ഏത് വമ്പനും കൊമ്പനും വിചാരിച്ചാൽ നടക്കത്തില്ല. മനസ്സിലായോ? കർത്താവ് പറയുന്ന ഓരോ വാചകത്തിനും ഓരോ വാക്കിനും എത്ര കിൻഡൽ വെയിറ്റ് ഉണ്ടെന്ന് അറിയാമോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. 13-ാം അധ്യായം വരുമ്പോൾ, യോഹന്നാൻ 13-ാം അധ്യായം വരുമ്പോ കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ അനുഗമിപ്പാൻ കഴിയുകയില്ലെന്ന് പറഞ്ഞു. ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് എന്നെ അനുഗമിപ്പാൻ കഴിയുകയെന്ന് പറഞ്ഞപ്പോ ശീമോൻ പത്രോസ് ചാടി എഴുന്നേറ്റിട്ട് പറയുകയാണ്, എന്താ കർത്താവേ ഈ പറയുന്നത്? അവിടുന്ന് മരിക്കാനാ പോകുന്നെങ്കിൽ ഞാനും കൂടെ മരിക്കാൻ തയ്യാറാണ്. കർത്താവ് പറഞ്ഞു, ഇല്ല പത്രോസേ, നീ എന്നെ അനുഗമിക്കയില്ല. ഞാൻ പറയട്ടെ, കർത്താവ് പോയ ആ ഇടത്തേക്ക് പോകാൻ കർത്താവിനല്ലാതെ വേറെ ആർക്കും സാധ്യമല്ല. കർത്താവ് ആ മഹത്തായ ജോലി നിവർത്തിച്ചിട്ടാണ് ഇപ്പൊ സ്വർഗത്തിൽ പോയിരിക്കുന്നത്. അവിടേക്ക് നമ്മൾ കർത്താവിനെ അനുഗമിക്കും. നമ്മൾ അവിടെ കർത്താവിന്റെ അടുക്കൽ ചെല്ലും. അന്ന് ലോകരാഷ്ട്രങ്ങൾ പോലും അത് കണ്ടിട്ട് അതിശയിക്കുന്ന, ഗുരു കർത്താവേ, റബി, നീ എപ്പോൾ ഇവിടെ എത്തി എന്ന് ചോദിച്ച് അത്ഭുതപ്പെടുന്ന ഒരു സാഹചര്യം അന്നുണ്ടാകും. നമുക്കവിടെ പഠനം നമ്മൾക്ക് നിർത്താം. യോഹന്നാൻ 13-ാം അധ്യായത്തിന് 33-ാം വാക്യത്തിലാ കർത്താവ് പറയുന്നത്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ എന്നെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല എന്ന് കർത്താവ് പറയുന്ന ആ വചനം ആ ഭാഗത്താണ്. ഇനിയും നമ്മൾക്ക് കർത്താവ് ഇവരോട് പറയുന്ന ഈ വചനം കൂടെ ഒന്ന് ചിന്തിച്ചിട്ട് അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കൂടെ ഒന്ന് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ കർത്താവ് ഇവരോട് പറയുന്നത്, നിങ്ങളിപ്പോ ആഹാരത്തിന് വേണ്ടിയാ വന്നിരിക്കുന്നത്. നിങ്ങൾ എന്നെ അന്വേഷിച്ചത് നിങ്ങൾ ആഹാരത്തിന് വേണ്ടിയാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, കർത്താവ് പറഞ്ഞ വാക്കെന്താ? അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ചത് എന്ന് പറഞ്ഞാൽ, എൻ്റെ ലളിതമായ മലയാള ഭാഷ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്നെ അന്വേഷിച്ചത് ആഹാരത്തിന് വേണ്ടിയാണ്, നിങ്ങളുടെ ഉപജീവനത്തിന് വേണ്ടിയാണ്. കർത്താവ് പറഞ്ഞതാ. എന്നാൽ കർത്താവ് ഒരു വലിയ തത്വം, ഒരു വലിയ പ്രിൻസിപ്പിൾ കർത്താവ് അവരെ പഠിപ്പിക്കുകയാണ്.
എന്റെ ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ നമ്മൾ വായിച്ച് പഠിക്കുമ്പോൾ നമ്മൾക്ക് അത്ഭുതം തോന്നും. നമ്മുടെ കർത്താവിന്റെ ആ മഹത്തമായ കർത്താവിന്റെ ചിന്ത, കർത്താവ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നോക്കിയൊന്ന്. അവിടെ 27-ാം വാക്യത്തില് കർത്താവ് പറയുന്നത് കണ്ടോ? എന്താ കർത്താവ് അവരോട് പറയുന്നത്? നിങ്ങളിപ്പോ ഓടി വന്നത് അപ്പം തിന്നാനല്ലേ? എന്നാൽ കർത്താവ് പറയാണ് 27, നിങ്ങൾ അന്വേഷിക്കേണ്ടത്, നിങ്ങൾ അധ്വാനിക്കേണ്ടത് നശിച്ചു പോകുന്ന ആഹാരത്തിനല്ല, നിത്യജീവങ്കലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും, അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു. ഈ ഒരു വചനത്തിന് എന്തുമാത്രം ആഴമുണ്ട്. നമ്മളിപ്പോ ഈ പ്രയോറിറ്റിയെ കുറിച്ച് ചിന്തിച്ചില്ലേ? ആ പ്രയോറിറ്റി കർത്താവ് ഇവിടെ പറയുക. ആ പ്രഥമ സ്ഥാനം, 1-ാം സ്ഥാനം എന്തിനാണ് നൽകേണ്ടത് എന്ന് കർത്താവ് ഇവിടെ പഠിപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. ഞാൻ അധികം ഈ പ്രസംഗത്തെ പഠിപ്പിക്കലിന്റെ ഇടയിലൊന്നും അധികം സ്തോത്രം പറയുകയല്ല. പ്രസക്തമായ സ്ഥാനത്തെ ഞാൻ പറയുള്ളൂ. സ്തോത്രം. ഇവിടെ എന്താ കർത്താവ് പറയുന്നത്? എന്താ? നിങ്ങൾ അധ്വാനിക്കേണ്ടത് നിങ്ങളുടെ വയറ്റിലോട്ട് പോകുന്ന, നിങ്ങളുടെ ജീവൻ നിലനിർത്താനുള്ള ആഹാരത്തിന് വേണ്ടി അല്ല നിങ്ങൾ അധ്വാനിക്കേണ്ടത്. നിങ്ങൾ പ്രഥമ സ്ഥാനം കൊടുക്കേണ്ട ആഹാരം ഏതാണ്? നിങ്ങൾക്ക് നിത്യജീവൻ നൽകുന്ന ആഹാരം. 80-90 വയസ്സ് വരെ ജീവിക്കാനുള്ള ശേഷി തരാൻ, ജീവൻ തരാനുള്ള കഴിവേ ഈ ആകാശത്തിന്റെ കീഴിലുള്ള ഏതാഹാരത്തിനും സാധിക്കുകയുള്ളൂ. എന്നാൽ കർത്താവ് പറഞ്ഞു, നിത്യമായി ജീവിക്കാൻ നിങ്ങളൊരാഹാരം കഴിക്കണം. ആ ആഹാരം ലോകത്തിൽ ആർക്കും തരാൻ കഴിയില്ല. സ്തോത്രം. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. എന്നിട്ട് കർത്താവ് അവിടെ പറയുന്ന ഒരു വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ. ആ ആഹാരത്തിനായി പ്രവർത്തിപ്പീൻ എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണ് കർത്താവ് പറയുക. പിന്നെ ഇംഗ്ലീഷ് ബൈബിളിൽ നോക്കിയേ, അവിടെ ഈ പ്രവർത്തിക്കുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന വാക്ക് എത്ര ശക്തമാണ്. ഞാൻ ഹോശാന ബൈബിളൊന്നും നോക്കിയില്ല. കത്തോലിക്കരുടെ വിശുദ്ധ ഗ്രന്ഥം എന്തെങ്കിലുണ്ട്, അതിലും നോക്കിയാൽ പിന്നെ വാക്കിന് വ്യത്യസ്തത ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഈ വാക്കല്ല, പ്രവർത്തിക്കുക എന്നുള്ള വാക്കായിരിക്കുകയില്ല അതിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന വാക്ക് ഒന്ന് നോക്കാം. അവിടെ എഴുതിയിരിക്കുന്നത് എന്താ? ലേബർ നോട്ട് ഫോർ ദ മീറ്റ് വിച്ച് പെറിഷ്. നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടി അല്ല എന്ത് ചെയ്യേണ്ടത്? ലേബർ ചെയ്യേണ്ടത്, അധ്വാനിക്കുക. ലേബർ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? കേവലം പ്രവർത്തിക്കുക എന്നാണോ? അത് വർക്കാണ്. പ്രവർത്തിക്കുക എന്നുള്ളതിന് ഇംഗ്ലീഷിലുള്ള വാക്ക് വർക്ക് എന്നുള്ള വാക്ക് അതിവിടെ ഉണ്ട്, താഴെ വരുന്നുണ്ട്. അത് അനുസരിച്ച് നമുക്ക് ചിന്തിക്കാം. എന്നാൽ ഇവിടെ കർത്താവ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കേവലം വർക്കല്ല, ഒരു പ്രവൃത്തി അല്ല. കർത്താവ് പറഞ്ഞിരിക്കുന്ന അധ്വാനമാണ്. അധ്വാനിക്കുക. എന്തിനു വേണ്ടി? നിത്യജീവൻ നൽകുന്ന, അഥവാ നിലനിൽക്കുന്ന ജീവൻ. ആ വാക്ക് നോക്കുക, നിലനിൽക്കുന്ന ആഹാരം. നിത്യജീവനായി നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി അധ്വാനിക്കണം.
എന്റെ ദൈവത്തിന് സ്തോത്രം. ഞാൻ പിന്നെയും സ്തോത്രം പറയുക. വിശ്വാസികൾ എന്ന് അഭിമാനിക്കുന്നവരുടെ ജീവിതത്തെ ഒന്ന് അപഗ്രഥിച്ച് നോക്കിയിട്ട് പറയണം, നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? നമ്മൾ എന്തിനാണ് അധ്വാനിക്കുന്നത്? എന്തിനാ അധ്വാനിക്കുന്നത്? ഉത്തരം കർത്താവിനോട് പറയണ്ടേ? എന്റെ പ്രിയമുള്ളവരെ, ഈ പുസ്തകത്തിൽ പച്ച മലയാളത്തിൽ ലളിതമായി നമുക്ക് ദൈവം എഴുതി തന്നിരിക്കുക. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകണം. ഒരു വലിയ മാറ്റം ഉണ്ടാകണം. ഒരു ആത്മീക കാഴ്ചപ്പാട് നമ്മൾക്കുണ്ടാകണം. നമ്മൾ അധ്വാനിക്കേണ്ടത്. ഈ അധ്വാനം എന്നുള്ള വാക്ക് 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ അധ്വാനിക്കാത്തതിലേക്ക് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നു. മറ്റൊരാൾ അധ്വാനിച്ചതിന്റെ അനുഭവം നിങ്ങൾ അനുഭവിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത് നമ്മുടെ രക്ഷയെക്കുറിച്ചാണ്. യേശുക്രിസ്തു, പിതാവായ ദൈവം, പരിശുദ്ധാത്മാവ് അധ്വാനിച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ അണിവരൽ ചലിപ്പിച്ചിട്ടില്ല. ദൈവം അധ്വാനിച്ചതിലേക്ക് നമ്മൾ എന്ത് ചെയ്തിരിക്കുക? നമ്മൾ വന്ന് വിശ്രമിക്കുക, സ്വസ്ഥത അനുഭവിക്കുക. എന്നാൽ ദൈവമക്കളെ, ഇവിടെ നമ്മുടെ കർത്താവ് പറയാണ്, നമ്മൾ അധ്വാനിക്കണം. എന്തിന്? നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല, നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കണം. അപ്പോൾ നമ്മുടെ പ്രയോറിറ്റി എന്തിനായിരിക്കണം? നമ്മൾ മുൻഗണന നൽകേണ്ടത് എന്തിനായിരിക്കണം? നമ്മുടെ കർത്താവ് പഠിപ്പിക്കും. നമ്മുടെ ജീവിതത്തില് നമ്മളെ തന്നെ കണ്ടൊന്ന് ക്രമീകരിക്കാൻ ശ്രമിച്ചാൽ, പല ആളുകളും ഈ ആത്മീയ കാര്യങ്ങൾക്ക് 1-ാം സ്ഥാനം നൽകി ജീവിതം മുന്നോട്ട് നയിക്കുന്ന ആളുകളെ വെറും ഭോഷന്മാരായിട്ട് കാണും. ബുദ്ധികെട്ടവരാണ്, ചിന്തിക്കാത്തവരാണ്, അല്ലേ? എന്നാൽ ഞാൻ പറയട്ടെ, അവർക്ക് കർത്താവിനെ അറിയാം, കർത്താവിന്റെ വചനം അറിയാം. നമുക്ക് അവിടെ ഞാൻ ഈ ആശയം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വച്ചിട്ട് മുന്നോട്ട് പോകാമെന്ന് ആഗ്രഹിക്കുക. നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടി അധ്വാനിക്കണ്ട എന്ന് കർത്താവ് പഠിപ്പിച്ചു എന്ന് ആരും വിചാരിക്കരുത്. നമ്മൾ പണിയെടുത്ത് ജീവിക്കരുത് എന്ന് കർത്താവ് പഠിപ്പിച്ചു എന്ന് ആരും വിചാരിക്കരുത് കേട്ടോ. എന്നാൽ മനുഷ്യൻ 1-ാം സ്ഥാനം നൽകേണ്ടത് ഈ നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയുള്ള അധ്വാനമല്ല. ദൈവജനം എന്താ പഠിപ്പിക്കുന്നത്? തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത് അധ്വാനിച്ച് തന്നെ ഉപജീവനം കഴിക്കണമെന്നാണ്. ഞാൻ അതിന് ചില വാക്യങ്ങൾ പൗലോസപ്പോസ്തലൻ പഠിപ്പിച്ച തിയറിയൊക്കെ ഒന്ന് നമുക്കൊന്ന് നോക്കാം. വാക്യങ്ങൾ മാത്രം ഒന്ന് വായിച്ചു പോവാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം, 2 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം. വേല ചെയ്യാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും വരുത്. ഇത് വേദപുസ്തകം പഠിപ്പിക്കുന്ന ഇതാ. ഞാൻ ഈ കാര്യം പറഞ്ഞ ഉടനെ എന്നുള്ള എനിക്ക് പിന്നെ ആ വാക്ക് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഈ വചനം പറഞ്ഞപ്പോൾ, ഈ ആശയം പഠിപ്പിച്ചപ്പോ പലരുടെയും മനസ്സിൽ പോയ ചിന്ത എനിക്കറിയാം. എന്താ? ജോലിയൊന്നും ചെയ്യാതിരുന്ന് തിന്നണമെന്നല്ലേ സാറ് പറഞ്ഞേ? ജോലിയൊന്നും ചെയ്യരുത്, ദൈവം തന്നോളൂ എന്നൊക്കെ പറഞ്ഞ് നിത്യജീവന്റെ കാര്യമൊക്കെ പറഞ്ഞെങ്കിൽ ജീവിച്ചാൽ മതി. അങ്ങനല്ല കേട്ടോ. അതിന്റെ അർത്ഥം നമ്മൾ മനുഷ്യൻ, ഞാനിങ്ങനെ പറയാം, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ അപ്പം തിന്നരുത് എന്നല്ല, ആണോ? പിന്നെ ദൈവത്തിന്റെ വചനം കൊണ്ട് ജീവിക്കുന്നു. ആ വാക്യത്തിന്റെ അർത്ഥം എന്താ? പ്രഥമ സ്ഥാനം ദൈവത്തിന്റെ വചനത്തിന് കൊടുക്കണമെന്നാ. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കർത്താവ് പഠിപ്പിച്ച എന്താ? നിങ്ങള് നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല ഊണും ഉറക്കവും കളഞ്ഞ് നിങ്ങൾ അധ്വാനിക്കേണ്ടത്.
127 സങ്കീർത്തനത്തിൽ സങ്കീർത്തനകാരൻ പഠിപ്പിക്കുന്ന കാര്യം എന്താ? യഹോവ പട്ടണം പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ വൃഥാധ്വാനിക്കുക. യഹോവ പട്ടണം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുക. കണ്ടോ, ഇവിടെയെല്ലാം നമ്മൾ അധ്വാനിക്കരുതെന്നല്ല അർത്ഥം. പിന്നെ അധ്വാനിക്കുമ്പോൾ നാം കൊടുക്കേണ്ട പ്രയോറിറ്റി എന്തിനാണ്? ഇവിടെ 2 തീമോത്തിയോസ് 3:10 പൗലോസ്ലീഹ പഠിപ്പിച്ചത് എന്താണെന്നറിയാം? അത് സാഹചര്യം കൂടെ മനസ്സിലാക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അധ്വാനിക്കാൻ, വേല ചെയ്യുവാൻ, അധ്വാനിക്കുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുത്. ഇത് ഞാൻ നിങ്ങളോട് കൂടി ഇരിക്കുമ്പോൾ പഠിപ്പിച്ച, പൗലോസ് തെസ്സലോനിക്കയിൽ ചെന്നപ്പോ തന്നെ പഠിപ്പിച്ച കാര്യമാണ്. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? യേശു ക്രിസ്തു വരുന്നു, കർത്താവ് വരുന്നു, വേഗം വരുന്നു എന്ന് പറഞ്ഞ് ഈ തെസ്സലോനിക്ക സഭയിലെ ചില ആളുകൾ ജോലിയും പണിയും ചെയ്യാതെ ഓരോ വീട്ടിൽ കയറി കർത്താവ് വരുന്നു, അതുകൊണ്ട് നമ്മൾ ജോലിയൊന്നും ചെയ്യണ്ട, ഉള്ളതൊക്കെ കഴിച്ച് നമ്മൾ ഇങ്ങനെ സുഖമായിട്ട് അങ്ങ് ജീവിച്ചാൽ മതി, കർത്താവ് വേഗം വരും, അതുകൊണ്ട് പണി ചെയ്യേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ് ഈ ഉഴപ്പന്മാര് ഇതിന് ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്കെന്താണെന്നറിയാമോ? ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ക്രമം കെട്ട് നടക്കുക. കർത്താവ് വരുമല്ലേ, അപ്പൊ പിന്നെ നമ്മൾ പണി ചെയ്യുന്നത് എന്തോത്തിന്, കൃഷി ചെയ്യുന്ന എന്തോത്തിന്, വീട് വെക്കുന്ന എന്തോത്തിന്? ഇവർ കർത്താവ് പറഞ്ഞു, അല്ല പൗലോസ് പറയാ, അധ്വാനിക്കാൻ നിനക്ക് മനസ്സിൽ, നീ ഭക്ഷണം കഴിക്കാൻ, നീ തിന്നരുത്. 12-ാം വാക്യം നോക്കാണ്ട്, 3 തെസ്സലോനിക്കർ ലേഖനത്തിൽ തന്നെ 3:12 വാക്യം. ഇങ്ങനെയുള്ളവരോട് എന്ന് പറഞ്ഞാൽ എന്താ? 11-ാം വാക്യത്തിലുണ്ട്, നിങ്ങളിൽ ചിലർ ഒട്ടും വേല ചെയ്യാതെ പരകാര്യം നോക്കി ക്രമം കെട്ടു നടക്കുക. വേല ചെയ്യുന്നേയില്ല, ക്രമം കെട്ട് നടക്കുക. എന്താ ക്രമം കെട്ട് നടക്കുക? ഓരോ വീട്ടിൽ കയറിയിട്ട് പറയാ, നമ്മുടെ കർത്താവ് വരാൻ പോവുക, വിശ്വാസികളുടെ വീടുകളാ, കയറിയിട്ട് പറയുക കർത്താവ് വരാൻ പോവുക, നമുക്ക് ജോലി ഒന്നും ചെയ്യണ്ട കേട്ടോ, നമുക്ക് വെറുതെ ഒക്കെ ഇരുന്ന് പാട്ടും പ്രാർത്ഥനയൊക്കെ ആയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞവരോട് പൗലോസ് പറയാണ്, ഇങ്ങനെയുള്ളവരോട് സാവധാനത്തോടെ വേല ചെയ്ത് അഹോവൃത്തി കഴിക്കണമെന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ ഞങ്ങൾ ആജ്ഞാപിച്ചു പ്രബോധിപ്പിക്കുന്നു. എത്ര ക്ലിയർ ആണ്! അധ്വാനിച്ച് ജീവിക്കണം, അധ്വാനിച്ച് ആഹാരം കഴിക്കണം. ഇത് കർത്താവും കർത്താവിന്റെ അപ്പോസ്തലന്മാരും പഠിപ്പിച്ചതാണ്. ഇനി വേറൊരു കാര്യം കൂടെ, ഇത് ജനത്തെ പഠിപ്പിച്ച പൗലോസ് എന്താ ചെയ്തത്? ഞാൻ 2 റെഫറൻസസ് പറയാം, കുറിച്ചിട്ടാ മതി. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 18-ാം അധ്യായം 3-ാം വാക്യം 1. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 18-ാം അധ്യായത്തിന് 3-ാം വാക്യം 2. 20-ാം അധ്യായം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ തന്നെ 20-ാം അധ്യായത്തിന് 34-ാം വാക്യം. ഈ 2 കൊണ്ട് എന്താ പൗലോസ് എന്ത് ചെയ്തു? കൂടാരപ്പണി ചെയ്തു. ലോകം കണ്ട ഏറ്റവും വലിയ മിഷനറി. ആര് സുവിശേഷ വേല ചെയ്തതിനേക്കാളും കൂടുതൽ സുവിശേഷ വേല ചെയ്ത, ആത്മീക ജീവിതത്തിന് പ്രഥമ സ്ഥാനം കൽപ്പിച്ച പൗലോസ് അപ്പോസ്തലൻ ടെന്റ് മേക്കിംഗ്, കൂടാരം ഉണ്ടാക്കുന്ന കൂടാരപ്പണി. ആരോട്? അക്വിലാസിനോടും പ്രിസ്കില്ലയോടും ചേർന്ന് കൂടാരപ്പണി ചെയ്ത് അദ്ദേഹം ജീവിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നു. എന്തിനാ? ചിലര് ഈ വചനം എടുത്തിട്ട് ഒരു ഉപദേശം സ്ഥാപിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്താ? സുവിശേഷകന്മാര് സുവിശേഷ വേലയെന്നും പറഞ്ഞങ്ങ് പോകരുത്, കൂടെ വേറെ ജോലിയും ചെയ്യണം കേട്ടോ. പൗലോസ് അപ്പോസ്തലൻ അതല്ല പഠിപ്പിച്ചത്. ഒന്നും ഈ മുറിവാക്യം കൊണ്ട് ഉപദേശം സ്ഥാപിക്കരുത്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പൂർണ്ണ സമയം വിളിക്കപ്പെട്ടവൻ പൂർണ്ണ സമയം വേല ചെയ്യണം. 1 കൊരിന്ത്യർ 9-ാം അധ്യായം. യാഗപീഠത്തിൽ ശുശ്രൂഷിക്കുന്നവൻ യാഗപീഠം കൊണ്ട് ഉപജീവിക്കണം. ആടിനെ പാലിക്കുന്നവൻ ആടിന്റെ പാലുകൊണ്ട് ജീവിക്കണം.
മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുന്നവൻ മുന്തിരിത്തോട്ടത്തിലെ ഫലം അനുഭവിക്കണം. സുവിശേഷ വേലക്കാരൻ സുവിശേഷം കൊണ്ട് ജീവിക്കണം. അതാണ് പൊതുപ്രമാണം. എന്നാൽ അത്യാവശ്യം വരുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പോൾ ജോലി ചെയ്യണം. കാരണം പൗലോസ് ജോലി ചെയ്തത് തൻ്റെ വയറ്റിലോട്ട് ആഹാരം പോകാനല്ല, പിന്നെ തൻ്റെ കൂടെ വന്നിരിക്കുന്ന ആളുകൾ പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടിയാ താൻ ജോലി ചെയ്തത്. ഇതൊക്കെ വേറെ പുസ്തകത്തിലെ വലിയ സത്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ഗ്രഹിക്കാൻ ആവശ്യമുണ്ട്. ഇനി നോക്കുക, തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ, നമ്മൾ മുമ്പ് വായിച്ചത് 2-ാം ലേഖനമാണ്. 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ എന്തിനാണ് ജോലി ചെയ്യേണ്ടത്, അധ്വാനിക്കേണ്ടത്, പണിയെടുക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് പൗലോസ്ലീഹ പറയുമ്പോൾ അവിടെ താൻ പറയുന്ന വചനം നോക്കിക്കാട്ടെ. 14-ാം വാക്യം. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിക്കും. കണ്ടോ, ഈ ക്രമം കെട്ട് നടക്കുന്നവരുടെ കാര്യം കണ്ടോ? അവരെ ബുദ്ധി ഉപദേശിക്കണം. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ. പൗലോസപ്പോസ്തലൻ പറയുകയാണ് അവരോട്. പൗലോസപ്പോസ്തലൻ പറയുന്നത് സപ്പോർട്ട് ദ വീക്ക് എന്നാണ്. മലയാളത്തിൽ പല ആശയങ്ങളും ഒരു പിടിയും കിട്ടാത്ത പോലെയൊക്കെ എഴുതി വെച്ച് ബലഹീനത താങ്ങ്. ശരിയാ ആ പറയുന്നത്, പക്ഷേ ഇംഗ്ലീഷ് ബൈബിളിൽ കൃത്യം സപ്പോർട്ട്, മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ, സപ്പോർട്ട് ദ വീക്ക്, ദരിദ്രരായിട്ടുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? അധ്വാനിക്കണം. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു പറഞ്ഞ ഏത് കാര്യവും, കർത്താവ് പഠിപ്പിച്ച ഏത് കാര്യവും അതിൻ്റെ മറുവശമല്ല നമ്മൾ നോക്കേണ്ടത്, അതിൻ്റെ ക്രിയ. കർത്താവ് പഠിപ്പിച്ചതിന്റെ അർത്ഥം എന്താണ്? ഒരാളും ജോലി ചെയ്യരുതെന്നല്ല കർത്താവ് പഠിപ്പിച്ച. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ കർത്താവ് പഠിപ്പിച്ചത് ജോലി ചെയ്യരുതെന്നല്ല. പിന്നെ നമ്മൾ പ്രഥമ സ്ഥാനം നൽകേണ്ടത് നിത്യജീവൻ നൽകുന്ന നിലനിൽക്കുന്ന ആഹാരത്തിനു വേണ്ടി നമ്മൾ അധ്വാനിക്കണം എന്നാണ് കർത്താവ് ഉദ്ദേശിച്ചത്. ഇന്നത്തെ മനുഷ്യന് എന്ത് ചെയ്യും? അയ്യോ, ഞാന് പല കുഞ്ഞുങ്ങളുടെയും ജീവിതമൊക്കെ കണ്ട് ഞാന് പ്രത്യേകിച്ച് വിദേശത്തൊക്കെയുള്ള നമ്മുടെ കുഞ്ഞുങ്ങളുടെ അധ്വാന ഭാരം, ഒരു കമ്പനിയൊക്കെ കൊടുക്കുന്നത് ആ അസൈൻമെന്റ് പൂർത്തിയാക്കാൻ വേണ്ടി ഈ കുഞ്ഞുങ്ങൾ പെടുന്ന പെടാപ്പാട് കണ്ടാറുണ്ടല്ലോ, നമ്മുടെ കണ്ണിൽ കൂടെ തന്നെ ചോര വരും. അതുപോലെയാണ് ഇട്ട് കഷ്ടപ്പെടുത്തുന്നത്. കർത്താവ് പറയാൻ, നീ അധ്വാനിച്ചു ആവശ്യം, എന്നാൽ 1-ാം സ്ഥാനം നൽകേണ്ടത് നിന്റെ ഈ ഭൗതിക കാര്യത്തിനല്ല, ആത്മീക കാര്യത്തിനാണ് പ്രഥമ സ്ഥാനം നൽകേണ്ടത്. ഞാന് വളരെ വിനയത്തോടൊരു സത്യം പറയട്ടെ. ജോലി ജോലി എന്ന് പറഞ്ഞ്, നീ ജോലി പോട്ടെ, പഠനം എന്നൊക്കെ പറഞ്ഞ് ആരാധന മുടക്കുക, ആത്മീയ കൂട്ടായ്മകൾ മുടക്കുക, ദൈവവചന പഠനം ഉപേക്ഷിക്കുക. ഞാൻ വ്യക്തമായി പറയാം, രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ ഒരു നാളിൽ നമ്മുടെ കർത്താവിന്റെ മുമ്പിൽ നിന്ന് നമ്മൾ ഇതിനൊക്കെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. എണ്ണി എണ്ണി കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇത്രയും അനുഗ്രഹീതമായ, ഉത്തമമായ, ഉത്തുംഗമായ ഉപദേശ സത്യങ്ങൾ, കർത്താവ് പഠിപ്പിച്ച ഈ അനുഗ്രഹീതമായ ആത്മീയ പാഠങ്ങൾ പഠിച്ചിട്ട് നമ്മൾ അതിന് വിരുദ്ധമായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ കണക്ക് ബോധിപ്പിക്കേണ്ടതായി. ഇതാണ് ഈ അധ്യായത്തിൽ കാണുന്ന 1-ാമത്തെ ചോദ്യവും അതിന് കർത്താവ് നൽകുന്ന മറുപടിയും നമ്മളിവിടെ കാണുകയാണ്. നിങ്ങൾ എന്നെ അന്വേഷിച്ച് ഗുരു നീ ഇവിടെ എപ്പോൾ വന്നു എന്ന് ചോദിച്ചത്
നിങ്ങൾ അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട് ആണ് എന്ന് കർത്താവ് പറയാണ്. രണ്ടാമത്തെ ചോദ്യം, ഈ അധ്യായത്തിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ചോദ്യം 28, 29 വാക്യങ്ങൾ. ഈ രണ്ട് വചനങ്ങളിൽ രണ്ടാമത്തെ ചോദ്യമുണ്ട്, 28-ാം വാക്യത്തിലും 29-ാം വാക്യത്തിലും. എന്താ? അവർ അവനോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? യേശു അതിന്റെ ഉത്തരം പറഞ്ഞു. എന്താ? ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവനയച്ചവനിൽ എന്ന് പറഞ്ഞാൽ പിതാവ് അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രേ. രണ്ടാമത്തെ ചോദ്യവും ഉത്തരവും. ചോദ്യം എന്താ? കർത്താവ് ഇവരോട് പറഞ്ഞ ലേബർ, അധ്വാനിക്കാനാണ്, നിങ്ങൾ വർക്ക് ചെയ്യാനാണ് പറഞ്ഞത്, നിങ്ങൾ പ്രവർത്തിക്കാനാണ്. അതാണ് കർത്താവ് അവരോട് പറഞ്ഞത്. ആ വർക്ക്, ലേബർ, പ്രവൃത്തി എന്നുള്ളത് എടുത്തിട്ട് അവർ ചോദിക്കുകയാണ്. ഞങ്ങൾ പ്രവർത്തിക്കാൻ, നീ പറഞ്ഞല്ലോ, നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പറഞ്ഞില്ലേ, അധ്വാനിക്കാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ പ്രവർത്തിക്കാം. എന്നാൽ ഒരൊറ്റ ചോദ്യത്തിന് നീ ഉത്തരം തരണം. യേശുക്രിസ്തുവിനോട് പറയാ. എന്താ ചോദ്യം? ആ പ്രവൃത്തി ഞങ്ങൾ ചെയ്യാം. ദൈവത്തിന് പ്രസാദമുള്ള ആ പ്രവൃത്തി ഏതാണ്? ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ ചെയ്യേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? എന്താണ് ഞങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തി? ഇതാണ് ഇവര് കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യം. ലേബർ, വർക്ക് അഥവാ അധ്വാനിക്കുക, പ്രവർത്തിക്കുക. ഈ ചോദ്യത്തിന് വലിയ മാനമുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലെ? എല്ലാവരും ശ്രദ്ധിക്കണേ. ഇതൊക്കെ നമ്മള് ഓടിച്ചു പറഞ്ഞു പോകാനും പറഞ്ഞു വിടാനുമുള്ള ഭാഗമല്ല. ഈ ചോദ്യത്തിന്റെ ഒരു ഉയർന്ന മാനം മനസ്സിലാക്കണം. ഇവര് പഴയ നിയമം, ന്യായപ്രമാണം, പഴയ നിയമം മനസ്സിൽ വെച്ചോണ്ടാണ് ഇവർ ചോദിക്കുന്നത്, ഞങ്ങൾ എന്ത് ചെയ്യണം? യേശുവെ, ഞങ്ങൾ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ ചെയ്യേണ്ടതിന് ന്യായപ്രമാണത്തിൽ എന്തോ പറഞ്ഞിരിക്കുന്നു എന്നാണ് ചോദ്യം. ഈ ചോദ്യത്തിന്റെ സാരസംഗ്രഹം അതാണ്. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്താ? പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളിൽ നിന്ന് അതിന്റെ സാരസംഗ്രഹമായ സത്തയായിട്ട് ഇവർ ചോദിക്കുന്ന ചോദ്യമായത്, ഞങ്ങൾ എന്താ ചെയ്യുന്നത്? ദൈവം പ്രസാദിക്കുന്ന പ്രവൃത്തി എന്താണ് എന്ന് കർത്താവിനോട് ചോദിക്കുക. ഞാൻ 2 വേദഭാഗങ്ങൾ കൂടെ ഇതിനോട് ബന്ധപ്പെടുത്തി പറയാം. ഒന്ന്, മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിൽ 16-ാം വാക്യത്തിൽ കർത്താവിന്റെ അടുക്കൽ വന്ന ന്യായശാസ്ത്രി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതിനോട് സമമായ ഒരു ചോദ്യമാണ്. 19-16. എന്താ ഈ ന്യായശാസ്ത്രി ചോദിച്ച? എന്താ? ഗുരു, ഒരുത്തൻ വന്ന അവനോട്, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണമെന്ന് ചോദിച്ചു. കണ്ടോ? ഞാൻ എന്ത് നന്മ ചെയ്താൽ എനിക്ക് നിത്യജീവൻ കിട്ടും? ഇതാണ് ഈ ജനം യേശു കർത്താവിനോട് ചോദിച്ചത്. ഞാൻ എന്ത് നന്മ ചെയ്യണം? ദൈവത്തിന് പ്രസാദമുള്ള നന്മ പ്രവൃത്തി എന്താണ്? ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്താണ്? പ്രിയപ്പെട്ടവരെ, ഇത് ബൈബിളിലെ ഒരു പ്രധാന ചോദ്യമാണ്. ഇനി മറ്റൊരു വേദഭാഗം, അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 16-ാം അധ്യായത്തിന് 30-ാം വാക്യമാണ്. അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 16-30. ഫിലിപ്പിയൻ ജയിൽ അവരെ പുറത്തു കൊണ്ടുവന്നു. യജമാന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. എന്ത് ചെയ്യണം? പൗലോസിനോടും ശീലാസിനോടും
ഫിലിപ്പിയൻ ജയിലർ ചോദിക്കുന്ന ചോദ്യമായത്, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? ഞാന് ചുരുക്കിക്കൂട്ടി പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഇവിടെ എല്ലാം ഈ ചോദ്യത്തിൽ അന്തർലീനമായിരിക്കുന്ന ഒരു വലിയ രഹസ്യമുണ്ട്. കാര്യം ന്യായപ്രമാണ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഇതിനെ കാണാൻ. ഇവർ ചോദിക്കുന്ന ചോദ്യം, ദൈവം ഞങ്ങളിൽ പ്രസാദിച്ചിട്ട് ഞങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ, ഞങ്ങൾക്ക് നിത്യജീവൻ പ്രാപിക്കുവാൻ ദൈവം പ്രസാദിക്കുന്ന പ്രവൃത്തി എന്താണ്? ഇവർ ചോദിക്കുന്ന ചോദ്യത്തിന്റെ അർത്ഥം ഇതാണ്. എല്ലാരും കേൾക്കുന്നുണ്ടല്ലോ ഇല്ലേ? എനിക്ക് പിന്നെ അറിയാം, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ പല ആളുകൾക്കും ഇത് കേൾക്കാനുള്ള ക്ഷമയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുറെയൊക്കെ ക്ഷമിച്ച് ഇതൊക്കെ കേട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇവർ ചോദിച്ചതിന്റെ അർത്ഥം എന്താ? എന്ത് പ്രവൃത്തി ചെയ്യണം? ഇതാണ് മനുഷ്യവർഗത്തിന്റെ ചോദ്യം. എന്ത് ചെയ്താൽ പറ്റും? എന്ത് ചെയ്യണം? പ്രവൃത്തിയാണ് ഇവരുടെ വിഷയം. എന്നാൽ കർത്താവും ദൈവവചനവും പഠിപ്പിക്കുന്ന പ്രമാണം എന്താണെന്നറിയാമോ? കർത്താവ് പഠിപ്പിക്കുന്ന പ്രമാണം അതാണ് കർത്താവ് ഇവിടെ പറഞ്ഞ 29-ാം വാക്യം. എന്ത് ചെയ്യണം? ഏതാ പ്രവൃത്തി എന്നല്ലേ നിങ്ങൾ ചോദിച്ചത്? ഏതാണ് അധ്വാനം? എന്ത് അധ്വാനം ചെയ്യുക? എന്റെ ദൈവമേ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടില്ലേ, ശബരിമലയില് ഒരു ദിവസം തിരക്ക് കാണണം, വലിയ ഒരു ദിവസത്തെ ചർച്ച മുഴുവൻ അതായിരുന്നു. എന്തൊരു കഷ്ടപ്പാടാ, എന്തൊരു അധ്വാനമാണ്. താഴെ വീണാൻ വേണ്ടിയല്ല, ചവിട്ടേറ്റാ വേണ്ടിയല്ല, എങ്ങനായാലും ദർശനം വേണം. കണ്ടോ അധ്വാനം? കണ്ടോ? ഞാൻ അവരെ കുറ്റം പറയുകയല്ല. അവരുടെ ആ സഹനത്തിനും ആ താല്പര്യത്തിനും നമ്മൾ വില കൊടുത്തേ മതിയാകുള്ളൂ. അത് വിലമതിക്കണം. അവരാഗ്രഹിക്കുന്നത് എന്താ? എന്ത് ചെയ്താൽ എനിക്ക് നിത്യജീവൻ പ്രാപിക്കാൻ പറ്റും? എന്ത് ചെയ്താൽ ദൈവം എന്നിൽ പ്രസാദിക്കും? ഇതാണ് യഹൂദന്മാരും കർത്താവിനോട് ചോദിച്ചത്. കർത്താവ് പറഞ്ഞ മറുപടി കണ്ടോ? 29-ാം വാക്യം. ഒറ്റ കാര്യം ചെയ്താൽ മതി, നിന്റെ പ്രവൃത്തി അങ്ങോട്ട് മാറ്റിവെക്ക്. ആ പ്രവൃത്തി എന്നുള്ളതിനും വേറെ മാനമാണ്. കർത്താവ് അവരോട് പറഞ്ഞ ആ വാക്ക് കണ്ടോ? എന്താ? ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്താ? അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുക. കർത്താവ് അവരോട് പറഞ്ഞത്, ഈ പ്രവർത്തിക്ക് നിങ്ങൾ ചോദിച്ചില്ലേ, അതിന് എനിക്ക് ഒരൊറ്റ മറുപടിയേ ഉള്ളൂ. ദൈവം നിങ്ങളുടെ മേൽ പ്രസാദിക്കണമെങ്കിൽ വിശ്വസിക്കുക. പ്രവർത്തിക്കുകയല്ല, വിശ്വസിക്കുക. ഈ ചോദ്യവും ഉത്തരവും മനസ്സിലാകുന്നുണ്ടോ? ഈ സമൂഹത്തിന് ഇത് മനസ്സിലായെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രവർത്തിച്ച് ദൈവപ്രസാദം നേടാനാണ് മനുഷ്യന്റെ ആഗ്രഹം. കർത്താവ് പറഞ്ഞു വിശ്വസിക്കുക. ഞാൻ ഇതിന്റെ ഉപദേശത്തിലേക്കൊന്ന് പോകട്ടെ. ഈ പറഞ്ഞ നമ്മുടെ കർത്താവ് പഠിപ്പിച്ച ഈ കാര്യത്തിന്റെ ഉപദേശം എന്താ? വിശ്വസിക്കുകയാണ് വേണ്ടത് എന്ന് കർത്താവ് പറഞ്ഞ ആ ഉപദേശത്തിന്റെ ആഴം എന്താണ് കർത്താവ് ഉദ്ദേശിച്ചത്? റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം. നമ്മൾ റോമാലേഖനം പഠിച്ചതാണ്, പക്ഷെ അന്ന് ഈ വചനമൊക്കെ നമ്മൾ സ്ട്രെസ് ചെയ്ത് ഊന്നൽ കൊടുത്ത് പഠിച്ചോന്ന് എനിക്ക് തോന്നുന്നില്ല. 3-ാം അധ്യായം, റോമാലേഖനം 3-ാം അധ്യായം 21-ാം വാക്യം. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. എന്റെ സഹോദരങ്ങളെ,
എത്ര പേര് ഇപ്പൊ ഇവിടെ ഉണ്ടെന്നൊന്നും ഇപ്പൊ ഞാൻ നോക്കുന്നില്ല. ഉള്ളവരോട് ഞാൻ പറയുകയാണ് കേട്ടോ, തുടർന്ന് കേൾക്കുന്നവരോടും ഞാൻ പറയുക, അവിടെ രണ്ട് പ്രയോഗം ശ്രദ്ധിക്കണം. എന്തൊക്കെയാ? വിശ്വാസത്താലുള്ള ദൈവനീതി, വിശ്വാസത്താലുള്ള ദൈവനീതി. ദൈവത്തിന്റെ നീതി വിശ്വാസമാണ്. വിശ്വാസം എന്ന ദൈവനീതിയിലാണ് ദൈവം പ്രസാദിക്കുന്നത്. വിശ്വാസം എന്ന ദൈവനീതി. ഇനി അടുത്ത വചനം, രണ്ടാമത്തെ വചനം കണ്ടോ? ഷൈജംബ്രയുടെ സഹോദരിമാരും സഹോദരന്മാരും എല്ലാം അടിവരയിട്ട് സൂക്ഷിക്കേണ്ട രണ്ടാമത്തെ ഫ്രൈസ് അവിടെ കൊടുത്തിരിക്കുന്ന വാചകം, ന്യായപ്രമാണം കൂടാതെ. ദൈവം പ്രസാദിക്കുന്നത് ന്യായപ്രമാണം കൂടാതെയാണ്. ഇവര് ചോദിച്ചത് ന്യായപ്രമാണം എന്തു പറയുന്നു എന്നാണ്. ഞങ്ങൾ ചെയ്യാനുള്ള പ്രവൃത്തി ന്യായപ്രമാണം എന്ന് പറയുന്നു, അതാണ് അവരുടെ ചോദ്യം. കർത്താവിന്റെ മറുപടി, നീ ആശ്രയിക്കുന്ന ന്യായപ്രമാണം കൊണ്ട് നിനക്കൊരു ഗുണവും വരാൻ പോകുന്നില്ല. ദൈവം നിന്നെ പ്രസാദിക്കത്തില്ല, നീ സ്വർഗത്തിലും പോകത്തില്ല. നിനക്ക് ദൈവപ്രസാദം ലഭിക്കണമെങ്കിൽ ന്യായപ്രമാണം കൂടാതെ വിശ്വാസത്താൽ ഉള്ള ദൈവനീതി നീ അംഗീകരിക്കണം. കേട്ടോ? ന്യായപ്രമാണം കൂടാതെ, ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട ദൈവനീതി ഏതാണ്? സ്തോത്രം. ഏതാണ് ആ ദൈവനീതി? 26-ാം വാക്യം നോക്കുക. കൽവരിയിലെ ക്രൂശിൽ 25-26 വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ പരസ്യമായി ലോകത്തിന്റെ മധ്യഭാഗത്ത് മനുഷ്യരെല്ലാവരും കാണത്തക്ക വിധം പണ്ട് മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ സകല മനുഷ്യരും കാണുക പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ പരസ്യമായി നിർത്തിയത് എന്തിനാ? വിശ്വസിക്കുന്നവർക്ക് യേശുക്രിസ്തുവിന്റെ രക്തം മൂലം പ്രായശ്ചിത്തം വരേണ്ടതിനും. 26-ാം വാക്യം എന്നോട് ചേർത്ത് വെച്ച് എന്താ? ദൈവം നീതിമാനാണ്, യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനാണ്. ദൈവം പ്രസാദിക്കുന്നത് എവിടെയാണ്? ഒരു കുന്ന് പ്രവൃത്തി ചെയ്ത് ന്യായപ്രമാണം പറയുന്ന മുഴുവൻ പ്രവൃത്തി ചെയ്ത് സ്വർഗത്തിൽ പോകാനിരിക്കുന്നവരുടെ നെറ്റിക്ക് നേരെ യേശു വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു ഇല്ല. പിന്നെ ദൈവം ചെയ്ത ഒരു പ്രവൃത്തിയുണ്ട്. യേശു ക്രിസ്തുവിനെ ക്രൂശിൽ ദൈവം പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. എന്തിന്? അവനിൽ വിശ്വസിക്കുന്നവനെ ദൈവം നീതീകരിക്കുന്നു. അങ്ങനെ നീതീകരിക്കപ്പെട്ടവനിലാണ് സ്തോത്രം ദൈവം പ്രസാദിക്കുന്നത്. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി ഏതാണ്? ഉത്തരം ദൈവം അയച്ചവനിൽ, പിതാവായ ദൈവം അയച്ചവനിൽ. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞത് അതുപോലെ മനസ്സിലാക്കാൻ കഴിയുന്നെങ്കിൽ നമ്മുടെ ഹൃദയം തീർച്ചയായിട്ടും തുടിക്കും. നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തും, സംശയമുള്ള കാര്യമല്ല. എന്റെ കർത്താവേ, ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. എന്റെ ഒരു പ്രവൃത്തിയും സ്വർഗത്തിൽ വരാൻ അവിടുന്ന് കാരണമാക്കി തീർക്കുന്നില്ല. മറിച്ച് അവിടുന്ന് ചെയ്ത പ്രവൃത്തിയിൽ
ഞാൻ വിശ്വസിക്കുമ്പോൾ എന്നെ അംഗീകരിക്കുവാൻ അവിടത്തേക്ക് പ്രസാദം തോന്നി. ദൈവം അയച്ചവനിൽ വിശ്വസിക്കുക, വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുക. ഇവിടെ ഈ യോഹന്നാൻ സുവിശേഷം എഴുതിയതും ഇതിനു വേണ്ടിയാണ്, ഇല്ലേ? യോഹന്നാൻ സുവിശേഷം എഴുതിയത് എന്തിനാണ്? 20-ാം അധ്യായത്തിലേക്ക് വരാം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം. യോഹന്നാൻ 20:31. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും. കണ്ടോ? നിങ്ങൾ വിശ്വസിക്കേണ്ടതിന്. എന്ത് വിശ്വസിക്കണം? യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. പിന്നെ വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടത്. അതെ, പിതാവായ ദൈവം പ്രസാദിക്കുന്ന പ്രവൃത്തി ദൈവം അയച്ച ദൈവപുത്രനിൽ വിശ്വസിക്കുക. ആ വിശ്വസിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നശിച്ചു പോകാത്ത ആഹാരം, നിത്യജീവൻ എന്ന ആഹാരം ഈ ദൈവം നിങ്ങൾക്ക് തരും. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ പറയട്ടെ, പ്രവൃത്തിയും വിശ്വാസവുമല്ല ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, വിശ്വാസവും പ്രവൃത്തിയുമാണ്. കേട്ടോ? പ്രവർത്തിച്ച് കഴിഞ്ഞിട്ട് വിശ്വസിക്കുകയല്ല, പിന്നെ വിശ്വസിച്ചിട്ട് പ്രവർത്തിക്കുക. അതാണ് തിരുവെഴുത്തിൽ കാണുന്ന ഉപദേശം. ഞാൻ ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കുവാൻ സമയമായാലും ഒരു വാക്യം മാത്രം വായിച്ചു നിർത്താം. വേറെ ചില കാര്യങ്ങളുണ്ട്, അത് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, വളരെ അല്പം ചില കാര്യങ്ങൾ. അത് ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാനായിട്ട് മാറ്റിവെക്കാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. ഈ വിശ്വാസവും പ്രവൃത്തിയും തമ്മിൽ പുതിയ നിയമ ഉപദേശത്തിൽ എങ്ങനെയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്? 5-ാം അധ്യായം 6-ാം വാക്യം. ക്രിസ്തു യേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യം. സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യം. മലയാളത്തിൽ വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ ചില ബുദ്ധിമുട്ടില്ലേ? ഞാൻ അതുകൊണ്ട് ഇംഗ്ലീഷിൽ വായിക്കുന്നത് നമ്മൾക്ക് കാര്യങ്ങൾ വ്യക്തമാക്കപ്പെടാൻ വേണ്ടിയാണ് കേട്ടോ. ഇംഗ്ലീഷിൽ എങ്ങനെയാണെന്നറിയാമോ? For in Jesus Christ neither circumcision availeth anything, nor uncircumcision, but faith, ഇതാണ് അടി വരയ്ക്കേണ്ടി വന്നത്, but faith which work by love. സ്നേഹത്താലുള്ള പ്രവൃത്തി, സ്നേഹത്താൽ, വിശ്വാസത്താലുള്ള പ്രവൃത്തി. നോക്കിയ ആ വാക്ക് വളരെ, faith which worked by love. ഉണ്ടോ? faith which worked, വിശ്വാസത്താൽ ഉണ്ടാകുന്ന പ്രവൃത്തി. അത് സ്നേഹമാണെന്നാണ് തൊട്ട് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസത്താൽ എന്ത് ചെയ്യുക? പ്രവർത്തിക്കുക. പ്രവർത്തിച്ച് വിശ്വാസത്തിലേക്ക് വരികയല്ല, ആദ്യം വിശ്വസിക്കുക, പിന്നെ പ്രവർത്തിക്കുക. ഇത് പൗലോസ് അപ്പോസ്തലൻ തന്റെ ലേഖനങ്ങളിൽ ഊന്നി ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ചില 1-2 വചനം കൂടെ ഉണ്ട്, അത് നമുക്ക് പിന്നാലെ ചിന്തിക്കാം. തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, വിശ്വാസത്തിന്റെ വേല, വേലയിലൂടെയുള്ള വിശ്വാസമല്ല, പിന്നെ വിശ്വാസത്തിന്റെ വേല. ദൈവം പ്രസാദിക്കുന്നത് അതിലാണ്. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ദൈവം പ്രസാദിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പഠനം തീർച്ചയായിട്ടും നമ്മൾക്ക് വളരെ ശ്രദ്ധിച്ച സഹോദരങ്ങൾക്ക് അത് വളരെ പ്രയോജനം
ചെയ്തിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. 2 ചോദ്യങ്ങളുടെ ഉത്തരവാണ് നമ്മൾ കണ്ടെത്താനായിട്ട് ശ്രമിച്ചത്. ഒന്നാമത്തെ ചോദ്യം, കർത്താവ് നീ ഇവിടെ എപ്പോൾ വന്നു? ആ ചോദ്യത്തിന്റെ ആന്തരിക അർത്ഥം അവർക്ക് അപ്പം വേണമെന്നുള്ള ആഗ്രഹത്തിലാണ് ചോദിച്ചത്. രണ്ടാമത്തെ, നമ്മളിപ്പോ ചിന്തിച്ച ചോദ്യം, ദൈവം പ്രസാദിക്കുന്ന പ്രവൃത്തി എന്താണ്? ഈ 2 ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. തുടർന്നുള്ള ഭാഗങ്ങൾ ദൈവഹിതം പോലെ നമ്മൾക്ക് ചിന്തിക്കാൻ ശ്രമിക്കാം. കർത്താവ് നമ്മെ അവരെയും അനുഗ്രഹിക്കും.